dear students, welcome back to Dhanya's classroom. It's me, Dhanya. Today we are going to learn our third chapter. Title of our chapter, that is Resistance and the First War of Indian Independence. The first page of your textbook include the story of Nagodas. The content named Thumb of Nagodas. Want to listen the story. നിങ്ങളുടെ ഫസ്റ്റ് പേജിൽ കാണുന്ന നഗോഡകളെ കുറിച്ചുള്ള കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. Nagodas were the sericulturalists of Bengal. Weavers from various countries came to buy the silk they produced. നഗോഡാസ് എന്ന് പറയുന്നത് ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് പട്ടുനൂൽ വാങ്ങാനായിട്ട് പല ഭാഗത്തു നിന്നും നെയ്ത്തുകാര് നഗോഡകളുടെ പ്രദേശത്തേക്ക് എത്താറുണ്ടായിരുന്നു. When Bengal came under the rule of English East India Company, the official began to exploit the Nagodas. ബംഗാള് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലായതോടുകൂടി ബ്രിട്ടീഷുകാർ നഗോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. They were compelled to do weaving for meager wages. വളരെ തുച്ഛമായി നൽകിക്കൊണ്ട് ബ്രിട്ടീഷുകാർ നഗോഡകളെ കൊണ്ട് പട്ടുനൂൽ കൃഷി ചെയ്യിപ്പിച്ചു. They were made bonded laborers of the company, denying opportunity to seek any other means of livelihood. They were forced to live like slaves under the company. The workers who were not willing to obey were tortured. Then കമ്പനിക്ക് വേണ്ടിയിട്ട് അടിമകളെ പോലെ പണിയെടുക്കേണ്ടി വരികയാണ്. അവർ മറ്റൊരു ജീവിതമാർഗം നോക്കട്ടെ എന്ന് കരുതുമ്പോൾ അതിനും ബ്രിട്ടീഷുകാർ സമ്മതിക്കാത്ത സാഹചര്യം. ആരെങ്കിലും ബ്രിട്ടീഷുകാർ പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അവരെ മർദ്ദിച്ചുകൊണ്ടേയിരുന്നു. Their properties were seized. അവരുടെ വസ്തുവകകളെല്ലാം കണ്ടുകെട്ടി. They collectively decided to give up their traditional occupation, for it did not help them earn a living. ഇങ്ങനെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണി ചെയ്തതുകൊണ്ട് അവർക്ക് ഒരു ബെനിഫിറ്റും ഇല്ല എന്ന തിരിച്ചറിവിൽ നഗോഡകൾ തങ്ങളുടെ പരമ്പരാഗത തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. Hence, they decided to cut off their thumb as a protest against the policies of East India Company. We have seen the protest of Nagodas. This was not an isolated event. നമ്മളിപ്പോൾ കണ്ട നഗോഡകളുടെ നിഷേധം ഇത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. The company rule adversely affected all the workers engaged in traditional occupation. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പരമ്പരാഗത തൊഴിലിൽ ഏർപ്പെട്ട എല്ലാ വിഭാഗം തൊഴിലാളികളെയും ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നു. Against this, a lot of uprising in different part of the country. ഇതിനെതിരായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഒരുപാട് ചെറുത്തുനിൽപ്പുകൾ നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ പോവാണ്. Who were exploited under the company rule? ആരെല്ലാമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് കീഴിൽ ചൂഷണം ചെയ്യപ്പെട്ടത്? Then first, that is farmers, കർഷകര്. Then weavers, നെയ്ത്തുകാര്. Craftsmen, കരകൗശല തൊഴിലാളികൾ. Then tribals, വിഭാഗക്കാർ. Our topic, that is against farmers. കർഷകർക്കെതിരെ എന്തെല്ലാമാണ് ബ്രിട്ടീഷുകാർ ചെയ്തത് നമുക്ക് നോക്കാം. With the subjugation of Bengal, the attraction of English East India Company shifted to the rich agricultural sector of the region. Their aim was to exploit the maximum resources. ബംഗാൾ കൈവശപ്പെടുത്തിയതോടുകൂടി ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം ബംഗാളിലെ കാർഷിക മേഖല കൈവശപ്പെടുത്തുക എന്നതായി. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുക എന്നതായിരുന്നു. What were the strategies adopted by the British to exploit the farmers? കർഷകരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ എന്തെല്ലാം നടപടികളാണ് ചെയ്തത്? First point, levied heavy taxes on farmers. കർഷകരുടെ മേൽ വലിയ തുക നികുതിയായി ചുമത്തി. Second point, no tax concession were sanctioned even when drought or flood destroyed the agriculture. എടാ, ഒരു പക്ഷേ വെള്ളപ്പൊക്കമോ വരൾച്ചയോ കാരണം കൃഷി നശിച്ചു പോയാൽ പോലും നികുതിയിൽ യാതൊരു കുറവുമില്ല. നികുതി അവർ കൃത്യമായി അടയ്ക്കണം. Then third point, middleman named zamindar were assigned to the duty of collecting tax. ബ്രിട്ടീഷുകാര് നികുതി പിരിക്കാൻ വേണ്ടി ഒരു ഇടനിലക്കാരനെ നിയോഗിച്ചു, ജമീന്ദാർ. ആ ജമീന്ദാർ കർഷകരുടെ അടുത്ത് വന്നിട്ട് ഈ തുക പിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. Fourth point, imposed the condition that was to be paid in the form of cash. ഏത് സാഹചര്യത്തിലും കർഷകര്
നികുതി പണമായി തന്നെ കൊടുക്കണമായിരുന്നു. ഒരുപക്ഷെ അവരുടെ കയ്യിൽ പണമില്ല, ധാന്യങ്ങളേ ഉള്ളൂ. പക്ഷെ ധാന്യങ്ങൾ സ്വീകരിക്കാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. പണമായിട്ട് തന്നെ അവർക്ക് നികുതി വേണമായിരുന്നു. ലാസ്റ്റ് പോയിന്റ്, the farmers had to depend on sahus, the private money lenders, for loan at a high rate of interest. കൃഷിക്കാരുടെ കയ്യിൽ പൈസ ഇല്ല നികുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ സാഹൂസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മണി ലെൻഡേഴ്സ്, സ്വകാര്യ പണമിടപാടുകാരെ നികുതിക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, നികുതി കൊടുക്കാൻ പണത്തിന് വേണ്ടി സമീപിക്കുകയാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ കർഷകര് എല്ലാവിധത്തിലും ചൂഷണം ചെയ്യപ്പെടാൻ പോവാണ്. Then one side British and opposite side the Sahus. Sahus means private money lenders. The English East India Company identified that the fertile fields of Bengal were much favorable for growing the commercial crops like cotton, jute and indigo. Then these were the major raw materials for industries in England. Slowly, they decided to expand its cultivation and forced the farmers to do so. എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരിച്ചറിയാണ് ബംഗാളിലെ കൃഷി നിലങ്ങൾ വാണിജ്യ വിളകളായ കോട്ടനും ഇൻഡിഗോയും ജൂട്ടും കൃഷി ചെയ്യുന്നതിന് ഏറ്റവും സ്യൂട്ടബിൾ ആണ് എന്ന്. ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നീലം. ദെൻ എന്തിനാണ് അവർ ഈ വാണിജ്യ വിളകൾ കൃഷി ചെയ്യാൻ കർഷകരെ പ്രോത്സാഹിപ്പിച്ചത്? These are the raw materials for British industry. ബ്രിട്ടനിലെ വ്യവസായശാലകളിൽ തുണി ഉൽപാദനത്തിന് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളായിരുന്നു കോട്ടനും ജൂട്ടും ഇൻഡിഗോയും. സാവധാനത്തിൽ ഈ കൃഷി വ്യാപിപ്പിക്കാനും കർഷകരെ കൊണ്ട് നിർബന്ധപൂർവം കോട്ടനും ഇൻഡിഗോയും ജൂട്ടും കൃഷി ചെയ്യിക്കാനും ബ്രിട്ടീഷുകാർ തയ്യാറായി. The fields that were used only for the cultivation of food crops changed into plantation of cotton, jute and indigo. As a result, farmers became landless and were forced to become laborers. കർഷകര് ഒരു ഭാഗത്ത് ഫുഡ് ക്രോപ്സ് മാത്രം കൃഷി ചെയ്തിരുന്ന സ്ഥലത്ത് ബ്രിട്ടീഷുകാര് അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം കോട്ടനും ജൂട്ടും ഇൻഡിഗോയും കൾട്ടിവേറ്റ് ചെയ്യിക്കുകയാണ്. ആസ് എ റിസൾട്ട് എന്താണ് അതിന്റെ ഫലം? കർഷകര് ഭൂമിയില്ലാത്തവരായി മാറുകയാണ്. അവരെ നിർബന്ധമായി പണിയെടുക്കേണ്ട തൊഴിലാളികളായി മാറുന്നു എന്ന സാഹചര്യം കൂടി ഇവിടെ ഉണ്ടാവുകയാണ്. Next topic, that is against tribals. Tribals who led a free life in forest region. The intrusion of the company was not limited to agricultural sector. British framed several laws to exploit the forest resources. ബ്രിട്ടീഷുകാര് കാർഷിക മേഖലയിൽ മാത്രമല്ല ചൂഷണം ചെയ്തത്, വനത്തിൽ മീൻസ് കാട്ടില് വളരെ സ്വതന്ത്രമായി ജീവിച്ചിരുന്ന ട്രൈബൽസ്, ഗോത്ര വിഭാഗക്കാരെയും ബ്രിട്ടീഷുകാര് ചൂഷണം ചെയ്യാണ്. അതിനുവേണ്ടി they introduced several laws. അവർ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു. These laws gave the company absolute control over the forest. This disturbed the collection of forest products and adversely affected the tribals' traditional farming. ഗോത്ര വിഭാഗക്കാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ കാടിനുള്ളിൽ ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് അധികാരങ്ങൾ നൽകി. The tribal habitat was rich in mineral deposit. And to exploit this, the British constructed road, railway to this region. These measures intensified the miseries of tribals. കാടിനുള്ളിൽ ഒരുപാട് മിനറൽസ് ലഭ്യമായിരുന്നു. ഈ മിനറൽസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാര് റെയില്, റോഡ് എന്നിവ നിർമ്മിച്ചു. ഇതോടുകൂടി ഗോത്ര വിഭാഗക്കാരുടെ ജീവിതം ഒരുപാട് ദുരിതപൂർണമായി മാറുകയാണ് ഉണ്ടായത്. One extra reading topic is there in your textbook, that is the beginning of railways. Please listen. Our topic, beginning of railways. The Indian Railway was launched on 16th April 1853. 1853 ഏപ്രിൽ 16-നാണ് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്നത്. The first train from Bombay to Thane was flagged off at 3:35 p.m. on that day. The train had 14 coaches that carried 400 passengers. On March 1861, the first train in Kerala ran from Tirur to Bepur. കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് 1861 തിരൂർ മുതൽ ബേപ്പൂർ വരെയാണ് ആരംഭിച്ചത്. Next important topic, that is against the weavers. You know that cotton cultivation became widespread in India during the British East India Company's rule.
However, the handloom industry in India declined. What may be the reason? 3 points are the reason. First point, the large scale export of cotton, the raw material of handloom industry, to Britain. Handloom ഇൻഡസ്ട്രിയിൽ അസംസ്കൃത വസ്തുവായ കോട്ടൺ ബ്രിട്ടനിലേക്ക് അവരെ കയറ്റി അയച്ചു. സെക്കൻഡ് പോയിന്റ്, the large scale import of cheaper textile manufactured in the British factories. നമ്മുടെ നാട്ടിൽ നിന്ന് റോ മെറ്റീരിയൽസ് ആയ കോട്ടൺ കുറഞ്ഞ വിലയ്ക്ക് കൊണ്ടുപോയി ബ്രിട്ടനിൽ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ നമ്മളുടെ മാർക്കറ്റിൽ കൂടിയ വിലയ്ക്ക് അവർ വിറ്റഴിക്കാൻ തുടങ്ങാണ്. Excessive taxes were imposed on the clothes made in India. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങളുടെ മേലാണെങ്കിലോ വലിയ തുക നികുതിയായി ചുമത്തി. Based on this, thousands of Indian weavers became jobless. ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ദാറ്റ് ഈസ് ദി uprising. ചെറുത്തുനിൽപ്പുകൾ. Then you have identified the major occupational group who lost their livelihood as a result of companies' rule, isn't it? That നമ്മൾ മനസ്സിലാക്കി ഏതെല്ലാം പരമ്പരാഗത തൊഴിലാളികൾക്കാണ് ബ്രിട്ടീഷ് ഭരണം കൊണ്ട് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടതെന്ന്. These people started rebellion against the company and the zamindars. You know that zamindars means the middlemen of the company. ഈ ആളുകള്, ജോലി നഷ്ടപ്പെട്ട ആളുകള് ബ്രിട്ടീഷുകാർക്കെതിരെയും ജമീന്ദാർമാർക്കെതിരെയും കലാപങ്ങൾ ആരംഭിക്കാൻ തുടങ്ങാണ്. Though not well organized, the resistance against the company became common in different part of the country. സംഘടിതമായിട്ടായിരുന്നില്ല ഈ കലാപങ്ങളെങ്കിലും ഇന്ത്യയുടെ പല ഭാഗത്തും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇത്തരം കലാപങ്ങൾ സാധാരണമായി മാറുകയായിരുന്നു. Fakir Rebellion started at the very beginning of company's rule. It is evident in the sanyasi Fakir Rebellion that occurred in the end of 18th century. കമ്പനിയുടെ ഭരണം ആരംഭിച്ചതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിരുന്നു 18ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ നടന്ന സന്യാസി ഫക്കീർ കലാപം. In 19th century, several rebellions broke out in Malabar. It was led by mappila tenants and are known as Mappila Rebellion. Similar uprising burst out in Bengal and were known as faraizi Rebellion. 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ മലബാറിൽ ആരംഭിച്ച കലാപം, കർഷക കുടിയാന്മാർ നടത്തിയ കലാപം അറിയപ്പെട്ട പേര് മാപ്പിള റെബല്യൻ. എന്നാൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട ഇത്തരം ചെറുത്തുനിൽപ്പുകൾ അറിയപ്പെടുന്ന പേരായിരുന്നു faraizi Rebellion. Besides the peasants, the tribals also rose a revolt against the British East India Company. കർഷകർക്ക് പുറമെ ഒരുപാട് ഗോത്ര വിഭാഗക്കാരും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപം ആരംഭിച്ചു. Who were the tribals? Then the major tribal group organized rebellion are, want to study the names, listen. The Bhils in Maratha. Then the Bhils, please observe this. The Bhils in Maratha. The Kolis in Ahmednagar. The Kolis in Ahmednagar. The Kols in Chota Nagpur. Kols in Chota Nagpur. The Santals in Rajamahal Hills. The Kurityas in our own Wayanad. ഇത്രയും ഗോത്ര വിഭാഗക്കാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയിരുന്നു. Our important topic, that is Santhal Rebellion. Santals were the inhabitants of Rajamahal Hills in the Bengal province. രാജമഹൽ കുന്നുകളിൽ ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗക്കാരായിരുന്നു സന്താൾ എന്നറിയപ്പെട്ടത്. Santhal Rebellion was the result of exploitation they faced from the company officials and money lenders. The Rajamahal Hills witnessed the sacrifice of more than 15,000 Santals in this rebellion. It was under the leadership of two persons. They were named Sidhu and Kanhu. സിദ്ധു എന്നും കൻഹു എന്നും പേരുള്ള രണ്ട് ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു സന്താൾ റെബല്യൻ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നത്. എന്നാൽ ഈ സന്താൾ റെബല്യനെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ആ രാജമഹൽ കുന്നുകളിൽ 15,000-ൽ അധികം സന്താൾ വിഭാഗക്കാർ മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. കിങ്സ് ആൻഡ് chieftains who lost their power were another group. They led rebellion against the British. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപവുമായി മുന്നോട്ട് വന്ന മറ്റൊരു വിഭാഗമായിരുന്നു അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും.
Some of them are included in your textbook. Please listen. Who are that? First name Raja Chet Singh of Oudh. Oudhile Raja Chet Singh. Next name Veerapandya Kattabomman of Tirunelveli. Tirunelveliyile Veerapandya Kattabomman. Then Maruthu Pandyan of Shivaganga. Maruthu Pandyan of Shivaganga. Then Pazhassi Raja of Malabar. Then Kittur Chennamma of Karnataka. Veluthambi Dalawa of Travancore. Pliyathachan of Kochi. These are the kings and chieftains who lost their power. Very important topic, the rebellions in Kerala. Our topic, that is Pazhassi Raja. Pazhassi revolt was one of the major revolt of Kerala. The primary cause of this revolt was the mistaken revenue policy of the British. Pazhassi acted as an ally of British in their Mysore invasion. The British offered in return the right to collect revenue in the Kottayam area. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കലാപങ്ങളിൽ ഒന്നായിരുന്നു പഴശ്ശി കലാപം. തെറ്റായ നികുതി നയമായിരുന്നു പഴശ്ശി രാജ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപമുണ്ടാക്കാനുണ്ടായ കാരണം. ബ്രിട്ടീഷുകാരുടെ മൈസൂർ ആക്രമണ കാലത്ത് ബ്രിട്ടീഷുകാരെ സഹായിച്ച വ്യക്തിയാണ് പഴശ്ശി. എന്നാൽ ആ സഹായത്തിന് പകരമായി ബ്രിട്ടീഷുകാർ പഴശ്ശിക്ക് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം നൽകാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവര് പഴശ്ശി രാജയെ പറ്റിക്കുകയാണ് ചെയ്തത്. After the Mysore war, Malabar came under the British. They failed to keep the promise. They gave the right to collect the taxes for Kottayam region to the king of Kurumbranaad. This provoked Pazhassi. Then Pazhassi blocked the whole revenue system. The British proceeded to take action against Pazhassi. They tried to annex Pazhassi's territories to British India. Then ബ്രിട്ടീഷുകാരെ പഴശ്ശിയെ ചതിച്ചുകൊണ്ട് നികുതി പിരിക്കാനുള്ള അവകാശം കുറുമ്പ്രനാട് രാജാവിന് കൊടുക്കുകയാണ് ചെയ്തത്. ഇതറിയുന്ന പഴശ്ശി കോപാകുലനാവുകയും മൊത്തം നികുതി സമ്പ്രദായത്തെ ശക്തമായി എതിർക്കുകയും ജനങ്ങളോട് നികുതി കൊടുക്കരുതെന്ന് പറയുകയും ചെയ്തു. ഇതറിഞ്ഞ ബ്രിട്ടീഷുകാർ പഴശ്ശിക്കെതിരെ നടപടിയുമായി എത്താണ്. പഴശ്ശിയുടെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ പഴശ്ശി ഇതിനെ ശക്തിയുക്തം എതിർക്കുകയാണ് ചെയ്യുന്നത്. പഴശ്ശി രാജ attempted to eliminate the colonial power through guerrilla warfare against the British in the forest of Wayanad. തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ were the prominent leaders who fought with Pazhassi Raja in this revolt. The revolt ended with the death of Pazhassi Raja on 30th November 1805. പഴശ്ശി രാജ ബ്രിട്ടീഷ് ഭരണത്തെ ഇന്ത്യയിൽ നിന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി വയനാടൻ കാടുകളിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഗറില്ല യുദ്ധമുറകളിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അദ്ദേഹത്തെ സഹായിച്ച വ്യക്തികളായിരുന്നു തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവർ. എന്ന ഈ വിപ്ലവത്തിന്റെ അവസാനം പഴശ്ശി രാജയുടെ ജീവത്യാഗമാണ് നമ്മൾ കാണുന്നത്. The anti-British revolt in Travancore were led by veluthambi Dalawa. What was the reason for veluthambi to turn against British? As like Pazhassi, veluthambi also earlier the close friend of British. Then what may be the reason veluthambi turned against the British? Listen. The constant intervention of the company in the home affairs of Travancore hindered the smooth administration of Dalawa. ബ്രിട്ടീഷുകാരുമായി ട്രാവൻകൂർ ഗവൺമെന്റ് ഒപ്പുവെച്ച ഉടമ്പടിയെ തുടർന്ന് ട്രാവൻകൂറിൽ നിയമിതനായ റെസിഡന്റ് തിരുവിതാംകൂറിന്റെ ഭരണത്തിൽ ഒരുപാട് ഇടപെടാൻ തുടങ്ങിയത് തിരുവിതാംകൂറിലെ ദളവയ്ക്ക്, വേലുത്തമ്പി ദളവയ്ക്ക് അസഹ്യമായി അനുഭവപ്പെടുകയാണ്. This was the main reason for him to turn against British. pliyathachan, the minister of Kochi, extended his assistance to Dalawa. In the famous Kundara proclamation of 1809, Dalawa called upon the people to fight against the British. However, he was defeated by the British. വേലുത്തമ്പി ദളവയെ സഹായിക്കാൻ കൊച്ചിയിലെ ദിവാനായിരുന്ന pliyathachanum ഉണ്ടായിരുന്നു. 1809 പ്രശസ്തമായ കുണ്ടറ വിളംബരത്തിൽ വേലുത്തമ്പി ജനങ്ങളോട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ദളവയോടൊപ്പം നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഈ ചെറുത്തുനിൽപ്പിൽ വേലുത്തമ്പി ദളവയും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. Next our topic, that is First War of Indian Independence in 1857.
1857 ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. But we will discuss that topic in next class. My dear students, if you like my class, don't forget to subscribe my channel Dhanya's Classroom. Thank you for watching my class.